നമസ്കാരം. സെൻട്രൽ ഗവൺമെന്റ് ഈയിടെ ഇൻഫ്ലേഷൻ ഇൻഡെക്സ്, അതായത് പണപ്പെരുപ്പ സൂചിക 376 ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അത് സാധാരണക്കാരെ സംബന്ധിച്ചുള്ള ഒരു ശുഭവാർത്തയാണ്. അത് കൂട്ടിയിട്ടുണ്ട്. അത് എങ്ങനെയാണ് അപ്ലിക്കബിൾ ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു സ്ഥലം വാങ്ങിയിട്ട് നമ്മളൊരു കുറച്ച് വർഷം കഴിഞ്ഞ് വിൽക്കുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റിന്റെ ടാക്സ് കുറയ്ക്കാനായിട്ടാണ് അത് ഉപയോഗപ്പെടുക. ഇപ്പൊ നമുക്ക് എങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ 2001 ഇൻഫ്ലേഷൻ സൂചിക 100 ആണ്. ഇന്നത് 376 ആണ്. അപ്പൊ 2001 ഒരു 10 ലക്ഷം രൂപയ്ക്ക് സ്ഥലം വാങ്ങിയിട്ട് 2025 അതായത് ഇപ്പോ നമ്മളത് 1 കോടി രൂപയ്ക്ക് കൊടുത്താൽ 90 ലക്ഷം രൂപയാണ് പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത്. നോർമൽ ബേസിൽ നോക്കിക്കഴിഞ്ഞാൽ 90 ലക്ഷം രൂപ ടാക്സ് കൊടുക്കണം, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കണം. എന്നാൽ ഈ ഇൻഡെക്സേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര രൂപ കുറച്ച് ടാക്സ് കൊടുത്താൽ മതി എന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് അന്നത്തെ ഇൻഡെക്സ് റേറ്റ് 100, ഇന്ന് 376. അപ്പൊ ഇന്നത്തെ റേറ്റിനെ അന്നത്തെ ഇൻഡെക്സേഷൻ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ, അതായത് 376 ഡിവൈഡ് ബൈ 100, 3.76 കിട്ടും. ഈ 3.76 ഇൻറ്റു അന്ന് വാങ്ങിയ വില, അതായത് 10 ലക്ഷം രൂപ. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ 37,60,000 രൂപയുടെ ആനുകൂല്യം ആ വ്യക്തിക്ക് കിട്ടും. അപ്പൊ 1 കോടി രൂപയ്ക്ക് കൊടുത്തിട്ടുള്ള ആൾക്ക് ഈ 37,60,000 രൂപ കുറച്ചാല് 62,40,000 രൂപയുടെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വേണ്ടി വരുള്ളൂ. അപ്പൊ ഇനി നിങ്ങൾ സ്ഥലം വിൽക്കുമ്പോഴൊക്കെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എങ്ങനെ വരും, ഇൻഡെക്സേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. ഈ നിലയിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. താങ്ക് യു.